കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൾജിബ്ര ആയിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 11 മുതലുള്ള ചോദ്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ ഇഫ് എക്സ് മൈനസ് 1/x is equal to 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1/x⁴. അതായത് എക്സ് മൈനസ് 1/x is equal to a ആണെങ്കിൽ x⁴ മൈനസ് 1/x⁴ is equal to എത്രയാണ്? നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു റൂള് പറയുന്നുണ്ട്. അപ്പോൾ x⁴ മൈനസ് 1/x⁴ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ x മൈനസ് 1/x a ആണെങ്കിൽ x⁴ മൈനസ് അല്ല പ്ലസ് ആണ്. x⁴ പ്ലസ് 1/x⁴ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? a⁴ പ്ലസ് 4a² പ്ലസ് 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ a⁴ എന്ന് പറഞ്ഞാൽ a എത്ര സ്ഥാനത്ത് എത്രയാണ്? നമുക്ക് a is equal to 8 ആണ് അല്ലേ? അപ്പോൾ a⁴ എന്ന് പറയുമ്പം 8⁴ പ്ലസ് 4 × 8² പ്ലസ് 2. അപ്പം 8⁴ എന്ന് പറഞ്ഞാൽ എന്താ? 8ന്റെ സ്ക്വയർ അല്ലേ? കാരണം a⁻m⁴n എന്ന് പറയുമ്പം a⁻mn വരത്തില്ലേ? തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യത്തില്ലേ? അങ്ങനല്ലേ ഈ 8⁴ കിട്ടിയേക്കുന്നത്. അപ്പം 8⁴ എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ 64, 64ന്റെ സ്ക്വയർ 64ന്റെ സ്ക്വയർ എത്ര? 4096 4096 പ്ലസ് 4 × 8ന്റെ സ്ക്വയർ 64 പ്ലസ് 2. സോ 4096 പ്ലസ് 64 × 4 എന്ന് പറയുമ്പോൾ 64ന്റെ ഇരട്ടി 128 ആണ്. 128ന്റെ ഇരട്ടി 256 പ്ലസ് 2. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4354 എന്ന് കിട്ടും. 4354 ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി 4354 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. a² plus 2/a² is equal to 16. Then find the value of 72a² divided by 72a² divided by a⁴ plus 2 plus 8a². ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതങ്ങോട്ടൊന്ന് എടുത്ത് എഴുതുകയാണ്. അപ്പോൾ നമുക്കൊരു ഒന്നുകൂടെ എഴുതുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് മക്കളെ, a² plus 2 divided by a². a² plus 2 divided by a² 16 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ ഇതിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഭിന്നസംഖ്യകളാണ്. ഇതിനെ തമ്മിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1 × a² എന്ന് പറയുമ്പോൾ നമുക്ക് a² a⁻m × a⁻n plus n അല്ലേ? അപ്പം a² × a² എന്ന് പറയുമ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിയിട്ട് a⁴ പ്ലസ് 2 എന്ന് പറയുന്നതായിരിക്കും എത്ര? 16. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു ഇക്വേഷൻ എഴുതാം. എന്താണ്? a⁴ പ്ലസ് 2 എന്ന് പറയുന്നത് ഈ a² നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16a² എന്ന് കിട്ടും. അപ്പോൾ a⁴ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 16a² എന്ന് നമുക്ക് കിട്ടി. ആണേ? യെസ്. ഇനി എന്തുവാ? അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയൊരു കാര്യമുണ്ട്. എന്താണ്? a⁴ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 16a². നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യം എന്താ? ചോദ്യം 72a² divided by a⁴ plus 2 plus 8a² എന്നാണ് അല്ലേ? a⁴ plus 2 plus 8a² എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയൊരു കാര്യമുണ്ട്. എന്തുവാ മക്കളെ? അതായത് നിങ്ങൾ ഇത്രയൊന്ന് നോക്കിക്കേ. ഈ a⁴ plus 2 എന്ന് പറഞ്ഞാൽ എന്താ? എടാ, അത് ഇതല്ലേ? a⁴ plus 2 എന്ന് പറഞ്ഞാൽ എന്തോ 16a² അല്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ? 72a² divided by a⁴ plus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 16a² ആണ്. സോ 16a² plus 8a². ഇനിയിപ്പോൾ കുറച്ചുകൂടി എളുപ്പമായില്ലേ? എന്താ?
72a² ഡിവൈഡഡ് ബൈ 16a² 8a² കൂടെ കൂട്ടിയാൽ എത്ര? 16 8 24a². അപ്പോൾ ദാ ഈ a² അങ്ങ് കട്ട് ചെയ്ത് പൂത്തില്ലേ, രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് കൊണ്ട്. പിന്നെ 72നെ 24 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും മക്കളെ? 3. എവിടെ ദാ ഓപ്ഷൻ എ 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്, ശരിയാണ്. സോ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x plus 1 by x is equal to 4. Then find the value of x raised to 4 plus 1 by x raised to 4. നമ്മൾ ഇതിൻ്റെ റൂള് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? x plus 1 by x is equal to 4 അല്ലെങ്കിൽ a. നമ്മളിപ്പോൾ വാല്യൂ കൊടുക്കേണ്ട, നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ a ആണെങ്കിൽ x raised to 4 plus 1 by x raised to 4 is equal to എന്തായിരിക്കും? x raised to 4 plus 1 by x raised to 4 is equal to എന്തായിരിക്കും ചോദിച്ചാൽ a raised to 4 minus 4a² plus 2 ആയിരിക്കും. ഫസ്റ്റ് വീഡിയോ കാണാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അവിടെ നിങ്ങൾ ഓർത്തിരിക്കുന്ന കുറേ ഐഡൻറ്റിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അത് ഒന്ന് കണ്ടു നോക്കുക, അത് കണ്ട് എഴുതി വെക്കുക, ബുക്കിലേക്ക് അത് എഴുതി വെച്ച് പറ്റുമെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? a raised to 4. a raised to 4 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ a is equal to 4 ആണ്. ഓക്കെ, സോ 4 raised to 4 മൈനസ് 4 into 4 സ്ക്വയർ. a² എന്ന് പറയുമ്പോൾ 16 പ്ലസ് 2. 4 raised to 4 നേരത്തെ പറഞ്ഞ പോലെ 4 സ്ക്വയർ ദ ഹോൾ raised to 2 ആയിരിക്കും. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16, 16ൻ്റെ സ്ക്വയർ 256 മൈനസ് 16 into 4 64 പ്ലസ് 2. അപ്പോൾ 256 മൈനസ് 62, കാരണം ഇത് പ്ലസും മൈനസും അല്ലേ, ഓപ്പോസിറ്റ് സൈൻ അല്ലേ. അപ്പം എന്ത് ചെയ്യണം? കൂട്ടി കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. ഇവിടെ മൈനസ് 64, മൈനസ് ആണ് വലുത്. അപ്പോൾ 64ൽ 2 കുറയ്ക്കുക 62 കിട്ടും. വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്, മൈനസ് കൊടുക്കുക. സോ 256ന് 62 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 194, 194 എന്ന് കിട്ടും. ഇത് ഈ ഒരു ഷോർട്ട് കട്ട് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചില ചോദ്യങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് a plus b. ഇതിപ്പം a plus b അല്ലേ, അപ്പോൾ a plus b ദ ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യാം. അതിൽ നിന്ന് പിന്നെ -2 കുറയ്ക്കുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. യെസ്, അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ, സോ ആൻസർ 194. യെസ്, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 14. എന്താണ്? p plus 1 by p എന്ന് പറയുന്നത് 112 ആണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് p മൈനസ് 112 raised to 15 പ്ലസ് p by 1 p raised to 15. ചോദ്യം കാണുമ്പോൾ തന്നെ എവിടെയോ എന്തോ ഒരു ഡൈപ്പ് മണക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് എന്തെങ്കിലും തരത്തിൽ എന്തോ ഒരു സംഭവം ഇതിനകത്ത് സംതിങ് ഈസ് എന്താ പറയുക, ആ ഒരു സംഭവം ഇതിനകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് p plus 1 by p is equal to 112. ഓക്കെ, സോ p plus 1 by p minus 112 is equal to 0 അല്ലേ? കാരണം ഇതെന്താണ്? ഇങ്ങോട്ട് നോക്കിക്കുക മക്കളെ, ഈ ഇക്വേഷന് ഇപ്പുറത്തെ സൈഡിലുള്ളതും തുല്യമാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ തുല്യമായ ഒരു സാധനത്തിൽ നിന്ന് ഈ തുല്യമായ സാധനം കുറച്ചാൽ 0 കിട്ടും അല്ലേ? ഈ മൈനസ് ഈക്വൽ സൈൻ ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒന്നുമില്ല, 0 എന്ന് പറയുന്ന പോലെ p plus 1 minus p minus 1 by, അപ്പോൾ ഇങ്ങനെ p plus 1 by p minus 112 is equal to 0. വേണമെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാം. നമുക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: p മൈനസ് 112 പ്ലസ് 1 by p is equal to 0. അങ്ങനെ എഴുതിയാലും ശരിയല്ലേ? കാരണം എന്താ? ഈ സാധനത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ ഉമ്മാർ ഒരു p മൈനസ് 1/12 പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ശരിയല്ലേ? 112ന്റെ സൈൻ മൈനസ് ആണ്, അത് ഇപ്പുറത്ത് വന്നാലും മൈനസ് ആണ്. അപ്പോൾ p മൈനസ് 112, 1 by p യുടെ സൈൻ പ്ലസ് ആണ്. സോ p മൈനസ് 1 by p അല്ലെങ്കിൽ p മൈനസ് 1/12 പ്ലസ് 1 by p is equal to 0 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് തമ്മിൽ ഈ p മൈനസ് 1/12 ഈ p മൈനസ് 112 1 by p കൂടെ കൂട്ടിയാൽ 0 കിട്ടും. അപ്പോൾ p മൈനസ് 1/12 1 by p കൂടെ കൂട്ടിയാൽ 0 കിട്ടും. അപ്പോൾ p മൈനസ് 1/12 എന്ന് പറയുന്നതും 0 ആയിരിക്കത്തില്ല, കാരണം ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 0 കിട്ടണം. p മൈനസ് 1/12 1 by p കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ ഇതും 0 ആയിരിക്കും. അപ്പോൾ എനിക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? p മൈനസ് 112 0 ആയിരിക്കും. 1 by p എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും 0 ആണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ,
പി മൈനസ് 1/12 അല്ലേ? പി മൈനസ് 1/12 എന്താണ്? സോറി 1/12 അല്ല 112, ഞാൻ പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നു. സോ പി മൈനസ് 112 എന്താണ്? 0 അപ്പം 0⁻115 അല്ലെ 0⁻15 എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. പ്ലസ് 1/p⁻15. ഇതിൽ 1/p 0 ആണ്. 1/p 0 ആണെങ്കിൽ 1/p the whole raised to 15 എന്ന് പറയുന്നതല്ലേ 1/p⁻15 എന്ന് പറയുന്നത്. സോ അതും 0 ആയിരിക്കും. സോ ഇതും 0. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 1/p 0 ആണ്. സോ 0⁻15. സോ 0 + 0 ഈസ് ഈക്വൽ ടു വേറൊരു 0. സോ ആൻസർ ഈസ് 0. ആൻസർ 0. സോ എത്രയാണ് ആൻസർ? എത്ര കിട്ടി നമുക്ക്? 0 എന്ന് കിട്ടി. ശരിയാണോ? യെസ്, 0. അടുത്ത ചോദ്യം എന്താണ്? ഇഫ് എക്സ് പ്ലസ് 4/x-4 ഈസ് ഈക്വൽ ടു 0. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് പ്ലസ് 4/x-4 ഈസ് ഈക്വൽ ടു 0. ദെൻ ദ വാല്യൂ ഓഫ് x² - 4. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിനെ ഒരു മൊത്തത്തിൽ ഈ ഇക്വേഷനെ ഞാൻ എടുത്തിട്ട് എക്സ് കൊണ്ട് ഗുണിക്കാൻ പോവാം. അപ്പം x × x² പ്ലസ് 4/x-നെ x കൊണ്ട് ഗുണിച്ചാൽ 4. ഇവിടെ അപ്പോൾ എത്ര കിട്ടും എനിക്ക്? -4x ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. x² - 4x + 4 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ? കിട്ടും. എങ്ങനെയാണ്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, എക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇത് സം ആയിരിക്കണം. -4 സം കിട്ടണം, ഇത് പ്രോഡക്റ്റും കിട്ടണം. അതായത് രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ -4 ഗുണിച്ചാൽ 4 കിട്ടണം. ഏതൊക്കെയാണ് സംഖ്യകൾ? -2 + 2 അല്ല, സോറി -2 -2 അല്ലേ? -2 -2 കൂടെ കൂട്ടിയാൽ -4 -2 × -2 + 4. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്? -2 -2. അപ്പോൾ ഇതിൻ്റെ അർത്ഥം x - 2 0 ആണെന്നാണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു സൈൻ നേരെ അങ്ങ് മാറ്റുക, അത്ര ഓർത്താൽ മതി. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 കിട്ടിയില്ലേ? -2. അതിൻ്റെ അർത്ഥം എന്താണ്? x - 2 0 ആണെന്നാണ്. അപ്പോൾ x എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അടുത്തത് എന്താ? അടുത്ത റൂട്ട് എത്രയാണ്? അതും x - 2 0 ആണ്. അപ്പോൾ x എത്ര ആയിരിക്കും? 2 ആയിരിക്കും. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയ? 2 എന്ന് കിട്ടി അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? x ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 2 കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്താ? x² - 4. x² - 4. x² എന്ന് പറഞ്ഞാൽ എത്ര? എക്സിൻ്റെ സ്ക്വയർ അല്ലേ? എക്സ് എത്ര കിട്ടിയ? 2. സോ 2ന്റെ സ്ക്വയർ -4. 2ന്റെ സ്ക്വയർ എത്ര? 4. 4ൽ നിന്ന് 4 കുറച്ച് എത്ര കിട്ടും? 0. സോ ആൻസർ എത്രയാണ്? അതും എന്ത് തന്നെയാണ്? 0. ശരിയാണോ? യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് such that if x is added to 17.5 and x is subtracted from 22.5, then the ratio between the numbers is 1:1. അതായത് എക്സ് ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു, ഒരു നമ്പറിൽ നിന്ന് എക്സ് കുറയ്ക്കുന്നു. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 17.5 എന്ന് പറയുന്നതിൻ്റെ കൂടെ എക്സ് കൂട്ടുന്നു. 22.5ൽ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സ് കുറയ്ക്കുന്നു. അന്നേരം നമുക്ക് കിട്ടുന്ന റേഷ്യോ 1:1. 1:1 എന്ന് പറഞ്ഞാൽ നമ്മൾ റേഷ്യോയിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. A:B എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? A/B ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/1 എന്ന് എഴുതാം. കാരണം 1:1 ആണെങ്കിൽ 1/1. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ 17.5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 17.5 + x എന്ന് കിട്ടുന്നു. 22.5 മൈനസ് എക്സിനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 22.5 - x എന്ന് കിട്ടുന്നു. സോ എക്സ് ഈ -x ഇപ്പുറത്തോട്ട് വരുമ്പോൾ +x ആവുന്നു. 2x ഈസ് ഈക്വൽ ടു 22.5ൽ നിന്ന് 17.5 കുറച്ചാൽ എത്ര കിട്ടുന്നു? നമുക്ക് 5 കിട്ടുന്നു. 2x 5 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5 / 2 2.5 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ. ശരിയാണോ? യെസ്, 2.5. അടുത്ത ചോദ്യം നോക്കാം. a + 1/a is equal to 3, then a³ + 1/a³. ഇതും നമ്മൾ അതിൻ്റെ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? a + 1/a is equal to 3 ആണെങ്കിൽ a³ + 1/a³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a³ - 3a. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. സോ ഇവിടെ a എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 3ന്റെ ക്യൂബ് -3 × a, അതായത് 3ന്റെ ക്യൂബ് എത്ര? 27 -3 × 3 എത്ര? 9. 27 9 പോയാൽ എത്ര കിട്ടും?
18. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 18. ശരിയാണോ? തീർച്ചയായും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ a ക്യൂബ് പ്ലസ് 1/a ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എടുത്ത് വെച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഒരു ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. a ക്യൂബ് മൈനസ് 3a എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. x is equal to 9 plus 2 root 10, then find the value of x minus 2 plus 1 by x minus 2. Okay. So x-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. x എത്രയാണ്? 9 plus 2 root 10. Okay. So അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും 2 കുറയ്ക്കുകയാണ്. അപ്പോൾ അത് എന്തിനാ 2 കുറയ്ക്കുന്നതെന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 9 പ്ലസ് 2 റൂട്ട് 10 മൈനസ് 2. വീണ്ടും ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു, മക്കളെ ഈ 9 നിന്ന് ഈ 2 അങ്ങ് കുറച്ചാൽ എത്ര കിട്ടും? 7 കിട്ടത്തില്ലേ? കിട്ടും. സോ 7 പ്ലസ് 2 റൂട്ട് 10. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ 7 പ്ലസ് 2 റൂട്ട് 10 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? 7 പ്ലസ് 2 റൂട്ട് 10 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 7 പ്ലസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2. ശരിയാണോ? ശരിയാണോ? അതെ. ഇനി അപ്പോഴും വേണ്ട, ഈ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ? ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നോ? ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയോ? 2ab എന്ന് തോന്നിയോ? 2 ഇൻറ്റു എ ഇൻറ്റു ബി. 2ab എന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ്റെ ഭാഗമാണ് വരിക? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും വരാം, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും വരാം. ശരിയാണോ? അതെ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അങ്ങനാണെങ്കിൽ എനിക്ക് ഈ റൂട്ട് 7-നെ അപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഇതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ 2 കുറച്ചത്. കാരണം ഈ 2 റൂട്ട് 10 എന്ന് പറയുന്നതിനെ എനിക്ക് 5-ഉം 2 ആയിട്ട് എഴുതിയാൽ 7 ആയിട്ട് കിട്ടും. 2 റൂട്ട് 5 റൂട്ട് 2 7. ഈ 9-നെ 7 ആക്കാൻ വേണ്ടിയാണ് 2 സൈഡിലും 2 നമ്മൾ എന്ത് ചെയ്തത്? കുറച്ചത്. ചോദ്യത്തിലും അവരും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലോ തേങ്ങയോ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്നുകൂടെ അടുത്ത സ്റ്റെപ്പിൽ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 5-ൻ്റെ സ്ക്വയർ പ്ലസ് റൂട്ട് 2-ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2. എന്താ എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ എന്തായി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതിക്കൂടെ മക്കളെ? എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 5 പ്ലസ് റൂട്ട് 2-ൻ്റെ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇവന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം റൂട്ട് എക്സ് മൈനസ് 2 അല്ലേ? ഓ ശരി, ആയിക്കോട്ടെ. അപ്പം ഞാനും റൂട്ട് എക്സ് മൈനസ് 2 എടുക്കുന്നു. വേണമെങ്കിൽ ഒരു ഗുമ്മിന് നമുക്ക് വേറൊരു കളർ എടുക്കാം. ഏത് കളർ വേണം? ഇഷ്ടമുള്ള കളർ പറയൂ, ഏത് വേണം? ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കളർ ചൂസ് ചെയ്യുന്നതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുകൊണ്ട് നിങ്ങൾക്ക് ഇതിലെ കളേഴ്സ് കാണാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ഒരു ഈ കളർ എടുക്കാം. റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു, ഈ സൈഡിൽ റൂട്ട് ചെയ്തു, എക്സ് മൈനസ് 2-ൻ്റെ റൂട്ട് എടുത്തു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ റൂട്ട് എടുക്കണം. റൂട്ട് 5 പ്ലസ് റൂട്ട് 2-ൻ്റെ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് 5 പ്ലസ് എന്താണ്? റൂട്ട് 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 5 പ്ലസ് റൂട്ട് 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനം എന്തുവാ? റൂട്ട് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 5 പ്ലസ് റൂട്ട് 2 എന്ന് നമുക്ക് കിട്ടി. ഇത്രയും കിട്ടി. ഇത് ഇത്രയും വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഞാനിത് മായ്ച്ച് കളയാൻ എനിക്ക് ആകപ്പാട് ഇച്ചിരി കുഞ്ഞൻ സ്ക്രീനേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്ത് ആൻസർ സ്ലൈഡ് കിടപ്പുണ്ടല്ലോ, അവിടോട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് എന്തായിരുന്നു? റൂട്ട് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? റൂട്ട് 5 പ്ലസ് റൂട്ട് 2. റൂട്ട് 5 പ്ലസ് റൂട്ട് 2. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്തുവാ? 1/,
1/√x-2. ഓക്കെ, അപ്പോൾ 1/√x-2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 1/√x-2 1/√x-2 കാരണം x-2 എന്ന് പറഞ്ഞാൽ √5 പ്ലസ് √2 ആണ്. അപ്പോൾ 1/√x-2 എന്ന് പറയുമ്പോൾ 1/√5 പ്ലസ് √2. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ, ഒരു മാജിക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ഫ്രോഡ് പരിപാടി കാണിക്കാൻ പോയി. ഫ്രോഡ് പരിപാടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചതാണ്. എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഉള്ളതിനെ വെച്ച് താഴെ മുകളിലും ഗുണിക്കും. അതായത് √5 മൈനസ് √2 √5 മൈനസ് √2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പം ഇത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല, കാരണം ഒരേ സാധനം തന്നെ മുകളിലും താഴെയും വന്നു. അപ്പോൾ ഒന്നാണ്, ഒന്നുകൊണ്ട് ഗുണിച്ചാൽ അത് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ വാല്യൂ മാറ്റിയില്ല. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്തുവാ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. എന്താ? a² മൈനസ് b². അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മുകളിലത് √5 മൈനസ് √2, ഇവിടെ √5 ഇൻറ്റു √5 എന്ത് കിട്ടും? 5. ശരിയല്ലേ? √5നെ √5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അതേപോലെ √2നെ √2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പം 5 മൈനസ്, കാരണം a² മൈനസ് b². ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് സംഭവം കിട്ടി. എന്താ? 1/√x മൈനസ് 2 √x-2 എന്ന് പറഞ്ഞാൽ √5 മൈനസ് √2 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. ശരിയാണോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇനി √x-2 ഇനി നമ്മൾ തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ. √x-2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്? √5 പ്ലസ് √2 പ്ലസ് എന്താണ്? 1/√x-2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയത് നമുക്ക്? √5 മൈനസ് √3 ഡിവൈഡഡ് ബൈ 3. ഇത് തമ്മിൽ കൂട്ടുക. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 3 ഡിനോമിനേറ്റർ ആയിട്ട് വരും. 3യെ നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3 ഇൻറ്റു √5 എന്ന് പറയുമ്പോൾ 3√5 പ്ലസ് 3 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ 3√2, പിന്നെ അതുപോലെ പ്ലസ് 1 ഇൻറ്റു √5 മൈനസ് √3. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3√5 ഇവിടെ മൈനസ് അല്ലേ, അപ്പോൾ 3√5 നിന്ന് √5 3√5ഉം √5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4√5 എന്ന് കിട്ടും. അതേപോലെ 3√2ൽ നിന്ന് 3√2 മൈനസ് √3 √3 അല്ലല്ലോ, ഇവിടെ √2 അല്ലേ വരണ്ടേ? √2 ആണ്, ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. യെസ്, അപ്പോൾ 3√2ൽ നിന്ന് √2 കുറച്ച് കഴിഞ്ഞാൽ 2√2 ഡിവൈഡഡ് ബൈ 3. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 4√5 മൈനസ് 2√2 ഡിവൈഡഡ് ബൈ 3, വിച്ച് ഈസ് ഓപ്ഷൻ എ. ശരിയാണോ? ആൻസർ സ്ലൈഡിൽ തന്നെ നമ്മൾ ഇരിക്കുന്നത് ശരിയാണ്. സോ ആൻസർ എത്ര കിട്ടി? 4√5 മൈനസ് 2√2 ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. a minus b is equal to 5 and ab is equal to 14, then find a² plus b². അപ്പോൾ നമുക്ക് ഇവിടെ a മൈനസ് ബി തന്നിട്ടുണ്ട്, എ ബി തന്നിട്ടുണ്ട്, a²ഉം b², a² പ്ലസ് b² കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ a മൈനസ് ബി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അങ്ങ് കണ്ടുപിടിക്കുക. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a² മൈനസ് 2ab പ്ലസ് b² അല്ലേ? അതെ. സോ a മൈനസ് ബി എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ, a മൈനസ് ബി 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 5ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു a². പിന്നെ എന്താണ്? മൈനസ് 2ab, a² മൈനസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, a² പ്ലസ് b² മൈനസ് 2ab എന്ന് എഴുതാമല്ലോ. എന്നിട്ട് മാറ്റി എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണം എഴുതാം? a² പ്ലസ് b² മൈനസ് 2ab. ഓക്കെ, ബിക്കൊരു b² മൈനസ് 2ab. അപ്പോൾ ഇവിടെ നമുക്ക് 5² ഈസ് ഈക്വൽ ടു a² പ്ലസ് b². ഈ 2ab 14 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2ab എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 28 ആയിരിക്കും. സോ 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് a² പ്ലസ് b² മൈനസ് 28. കണ്ടുപിടിക്കേണ്ടത് a² പ്ലസ് b² ആണ്. അപ്പോൾ ഈ മൈനസ് 28 അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 28 ആകും. 25ഉം 28ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ. സോ a² പ്ലസ് b² ഈസ് ഈക്വൽ ടു 25 28 53 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ 53. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20. x³ plus 1/x³ is equal to 2. Then find the value of x² minus 2x.
ഇത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ ഇതൊന്നും ഒന്നുകൂടെ കൂട്ടുമ്പോഴല്ലേ 2 കിട്ടുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ എക്സ് ക്യൂബിന് വരെ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക, പ്രശ്നം തീർന്നു. ഈ എല്ലാം അങ്ങ് നിങ്ങൾ ഈ ആൾജിബ്ര ഇക്വേഷൻ അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട. കുറച്ചൊക്കെ നമ്മുടെ കോമൺ സെൻസ് ഉണ്ട്. കാണുമ്പോൾ ഇത് ഒന്നും കൂട്ടുമ്പോഴല്ലേ 2 കിട്ടുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ ആയി. അതിനി അത് ശരിയാണോ എന്ന് നോക്കിയാൽ മതി. സോ 1 ക്യൂബ് പ്ലസ് 1/1 ക്യൂബ് ഈസ് ഈക്വൽ ടു 2. ശരിയല്ലേ? 1 പ്ലസ് 1/1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/1 ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു 2. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ തെളിയിച്ചു. ഇനി എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2x. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1. 1ന്റെ സ്ക്വയർ 1 തന്നെ. 1 നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? -1. സോ ആൻസർ എത്ര? ഓപ്ഷൻ ബി -1. ശരിയാണോ? അല്ലാതെ അവിടെ പോവാൻ. സോ ആൻസർ -1. ആൻസർ എത്ര കിട്ടി? -1 എന്ന് നമുക്ക് കിട്ടി. സോ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം 20ഓളം ചോദ്യങ്ങൾ ചെയ്ത് ഈ ഒരു ഭാഗവും നമ്മൾ അവസാനിപ്പിച്ചു. അപ്പം ഏകദേശം മൊത്തം ആൾജിബ്ര ആകെ നമ്മൾ 20 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തരം ചോദ്യങ്ങളും നമ്മൾ ചെയ്തു. ഇനി ഇതല്ലാതെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൾജിബ്ര എന്ന് പറയുമ്പം മനുഷ്യനെ മെനക്കെടുത്താൻ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കാരണം ഈ നമ്മൾ കുറേ പഠിച്ച ഐഡൻറ്റിറ്റീസ് കുറേ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഒരുപാട് തരം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ആൾജിബ്ര എന്ന് പറയുന്നത്. സോ നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ധാരാളം ചോദ്യങ്ങൾ, അതിൽ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഏകദേശം ഒരു 1,00,000-ഓളം ചോദ്യങ്ങൾ അതിൽ കിടപ്പുണ്ട്, എല്ലാം കൂടി, എല്ലാ എക്സാംസും കൂടി. അപ്പോൾ അത് നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എഴുതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു പൈസ പോലും നിങ്ങൾക്ക് അതിന് ചിലവില്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ്. അപ്പോൾ എപ്പോഴും പ്രാക്ടീസിനെ പറ്റി പറയുന്ന ആൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനം തരണ്ടേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആപ്പിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സിന് വേണ്ടി വളരെ വലിയൊരു എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്, ഡെയിലി ന്യൂസ് അപ്ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് പേജ് തന്നെ കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ മന്ത്ലി കറണ്ട് അഫേഴ്സ്, അങ്ങനെ കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് വലിയൊരു എഫേർട്ട് നമ്മൾ എടുക്കുന്നു. കാരണം ഇപ്പോഴത്തെ പരീക്ഷകൾക്കെല്ലാം കൂടുതലും കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം വളരെയധികം കൂടി വരുന്നൊരു കാലമാണ്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ജി കെ എന്ന് പറയുന്നത് തന്നെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതലും കറണ്ട് അഫേഴ്സിലെ ചോദ്യങ്ങളാണ് ഇപ്പം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സിന് വളരെ വലിയൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം മെറ്റീരിയൽസ് നമ്മൾ ഡെയിലി ബേസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വാട്സാപ്പ് ചാനലുണ്ട്. കറണ്ട് അഫേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു വാട്സാപ്പ് ചാനലുണ്ട്. അതിൽ ധാരാളം അപ്ഡേറ്റ്സും കറണ്ട് അഫേഴ്സിനോടൊപ്പം തന്നെ മാത്സ്, റീസണിങ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെ ജയകൃഷ്ണൻ രാമചന്ദ്രൻ എന്നുള്ള ഒരു വാട്സാപ്പ് ചാനലുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അവസാനം വരെ കാണുന്നവരാണ് ഇതൊക്കെ കേൾക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമേ പറയാറില്ല. കാരണം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് ആണ് പ്രധാനം. അതുകൊണ്ട് ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. അവസാന സമയത്തേക്കാണ് പറയുക. ഇതൊന്നും അവസാനം വരെ ഒന്നും ആരും ഇരുന്ന്, വളരെ കുറച്ച് പേരൊക്കെ അത്ര താല്പര്യമുള്ളവർ മാത്രമാണ് ഇരുന്ന് അവസാനം വരെ കാണുക. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.